വന്യജീവി ആക്രമണങ്ങൾ തടയുന്നതിന് 1972 കേന്ദ്ര വനം വന്യജീവി നിയമം ഭേദഗതി ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് എം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നാളെയും നാളെ കഴിഞ്ഞുമായി ജനകീയ യാത്ര നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി എംപിയുടെയും പാർട്ടി എംഎൽഎമാരുടെയും നേതൃത്വത്തിൽ 27-ന് ഡൽഹിയിൽ നടക്കുന്ന ധർണയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ജനകീയ യാത്ര. ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ ലോപ്പസ് മാത്യു നേതൃത്വം നൽകും. വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 2:30-ന് പിണ്ണാക്കനാട് ജംഗ്ഷനിൽ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ എംഎൽഎയുടെ അധ്യക്ഷതയിൽ ചെയർമാൻ ജോസ് കെ മാണി എംപി ജാഥ ക്യാപ്റ്റന് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്യും. തിടനാട്, ഈരാറ്റുപേട്ട, തീക്കോയി, പനച്ചിപ്പാറ എന്നിവിടങ്ങളിലെ പര്യടനം നടത്തി പൂഞ്ഞാർ ടൗണിൽ സമാപിക്കും. സമാപന സമ്മേളനം അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ എംഎൽഎ ഉദ്ഘാടനം ചെയ്യും. 15-ന് കൂട്ടിക്കൽ ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ പദയാത്ര ഉദ്ഘാടനം ചെയ്യും. മൃഗങ്ങൾ അനിയന്ത്രിതമായി നാട്ടിലേക്കിറങ്ങി മനുഷ്യജീവനും കൃഷിയുമെല്ലാം വലിയ നാശനഷ്ടം സംഭവിപ്പിക്കുകയും ചെയ്യുന്നൊരു സ്ഥിതിയാണ്. നമുക്കറിയാം, തൊട്ടടുത്ത നാളിലാണ് നമ്മുടെ നിയോജകമണ്ഡലത്തോട് ചേർന്ന് കിടക്കുന്ന കൊമ്പൂത്തി ചെന്നാപ്പാറ ഭാഗത്ത് ഒരു സ്ത്രീയെ ആന ചവിട്ടിക്കൊന്ന സംഭവം. അതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് കണമലയിൽ സ്വന്തം പുരയിടത്തിലും സ്വന്തം ഭവനത്തിലുമായിരുന്ന 2 ആളുകളെ കാട്ടുപോത്ത് വെട്ടിക്കൊന്നത്. അതുപോലെ തന്നെ നമ്മുടെ നിയോജകമണ്ഡലത്തിലും ഈ സംസ്ഥാനത്തൊട്ടാകെ ഒരു പരിധിവരെ രാജ്യത്തെമ്പാടും വർദ്ധിച്ചു വരുന്ന മനുഷ്യ വന്യജീവി സംഘർഷം പരിഹരിക്കുന്നതിന് അല്ലെങ്കിൽ അത് ഇല്ലാതാക്കുന്നതിന് ഏറ്റവും ഫലപ്രദമായി ചെയ്യേണ്ട നടപടി 1972 അന്നത്തെ രാജ്യം ഭരിച്ചിരുന്ന കോൺഗ്രസ് സർക്കാർ പ്രാബല്യത്തിൽ കൊണ്ടുവന്നൊരു നിയമമുണ്ട്, കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം, സെൻട്രൽ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്. ആ ആക്ട് പ്രകാരം വന്യജീവികൾക്ക് സ്വൈര്യവിഹാരം സർവ്വസ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ കഴിയുന്ന സ്ഥിതിയുണ്ട്. പക്ഷേ അത് കാട്ടിൽ മാത്രമായി ആ സ്ഥിതി പരിമിതപ്പെടുത്തുകയും കാട്ടിൽ നിന്നും പുറത്തിറങ്ങിയാൽ ആ വന്യമൃഗം അപകടകാരിയായും ആക്രമണകാരിയുമായി മാറുന്ന സ്ഥിതിയിൽ അവയെ തൽക്ഷണം തന്നെ വെടിവെച്ചു കൊല്ലാൻ ഏതൊരാൾക്കും അധികാരം നൽകുന്ന വിധത്തിൽ ആ നിയമം ഭേദഗതി ചെയ്യണം. പാർത്തോട, മുണ്ടക്കയം, പുഞ്ചവയൽ, പുലിക്കുന്ന, എരുമേലി ടൗൺ, മുക്കുട്ടുതറ, കണമല, ഏഞ്ചൽ വാലി, മൂക്കാൻപട്ടി, കുഴിമാവ്, കോഴത്തോട് ടൗൺ, കോഴത്തോട്, പള്ളിപ്പടി എന്നിവിടങ്ങളിലെ പര്യടനത്തിന് ശേഷം മടുക്കയിൽ സമാപിക്കും. സമാപന സമ്മേളനം അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്യും. അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ എംഎൽഎ, സ്റ്റീഫൻ ജോർജ് എക്സ് എംഎൽഎ, കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ ലോപ്പസ് മാത്യൂസ്, പൂഞ്ഞാർ നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാജൻ കുന്നത്ത്, ജില്ലാ സെക്രട്ടറിമാരായ ഔസേപ്പച്ചൻ വാളിപ്ലാക്കൽ, ജോണിക്കുട്ടി മർത്തലകം, ബിനോ ജോൺ ചാലക്കുടി, സോണി തെക്കേടിൽ, മാത്തുക്കുട്ടി കുഴിത്താലിയിൽ, നിയോജക മണ്ഡലം സെക്രട്ടറിമാരായ ഡയസ് മാത്യു, സോജൻ ആലക്കുളം, ഷോജി ആയില്ലുകുന്നേൽ, ജിൻസ് വയലുകുന്നേൽ, മണ്ഡലം പ്രസിഡന്റുമാരായ ബിജോയ് ജോസ് മുണ്ടുപാലം, സണ്ണി വാവലാങ്കൽ, ചാർലി കോശി, കെ ജെ തോമസ് കട്ടകൻ, സ്കറിയ ഡൊമിനിക് ചെമ്പഴത്തുങ്കൽ, തോമസ് മാണി കുമ്പങ്കൽ, ഔസേപ്പച്ചൻ വെള്ളത്തുകുന്നേൽ, ദേവസാച്ചൻ വാണിയപ്പൊരിക്കൽ, ജോഷി മൂഴിയാങ്കൽ, സാജു പുല്ലാട്ട്, അഡ്വക്കേറ്റ് ജെയിംസ് വലിയ വീട്ടിൽ എന്നിവർ വിവിധ സ്വീകരണ യോഗങ്ങളിൽ പ്രസംഗിക്കുമെന്ന് കേരള കോൺഗ്രസ് എം നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ ലോപ്പസ് മാത്യു നേതൃത്വം നൽകുന്ന ജനകീയ യാത്ര പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിലൂടെ കടന്നു പോകുന്നു. പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിൽ നമുക്കറിയാം, കോട്ടയം ജില്ലയിലെ വനമേഖലയുമായിട്ട് ബന്ധപ്പെട്ട്, വനാതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന നിയോജകമണ്ഡലമാണ് പൂഞ്ഞാർ. ഈ നിയോജകമണ്ഡലത്തിൽ തന്നെ നമുക്കറിയാം, നിരന്തരമായ എംഎൽഎ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു, നിരന്തരമായ മൃഗങ്ങളുടെ ആക്രമണം മനുഷ്യന് നേരിടേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ നിയോജകമണ്ഡലത്തിലെ ജനങ്ങളുടെ ആ വന്യമൃഗങ്ങളിൽ നിന്നുള്ള ഭീഷണി ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടും അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കണ്ണു തുറപ്പിക്കുന്ന രീതിയിൽ സമരം നടത്തുവാനായിട്ട് പാർട്ടി തീരുമാനമെടുത്തതിൻ്റെ അടിസ്ഥാനത്തിലും ഇവിടെ നടക്കുന്ന ഈ ജനകീയ യാത്ര വിജയിപ്പിക്കാൻ നിങ്ങളുടെ എവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുന്നു. മുണ്ടക്കയത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ എംഎൽഎ, ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ ലോപ്പസ് മാത്യൂസ്, അഡ്വക്കേറ്റ് സാജൻ കുന്നത്ത്, ഔസേപ്പച്ചൻ വാളിപ്ലാക്കൽ, ജോണിക്കുട്ടി മർത്തലകൻ, ബിനോ ജോൺ ചാലക്കുടി, ഡയസ് കോക്കാട്, സോജൻ ആലക്കുളം, ജോഷി ആയില്ലുകുന്നേൽ, ജിൻസ് വയൽകുന്നേൽ, സണ്ണി വാവലാങ്കൽ, ചാർലി കോശി, തോമസ് കട്ടകൻ, ബിജോയ് മുണ്ടുപാലം, അഡ്വക്കേറ്റ് ജോബി ജോസ്, തോമസ് മാണി കുമ്പുങ്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.